ഐഷാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തലേ ദിവസത്തെ മീൻകറി ഉണ്ടെങ്കിൽ പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഇൻട്രസ്റ്റ് ആയിരിക്കും ഉണ്ടാക്കാനും കഴിക്കാനൊക്കെ അല്ലേ. അപ്പോൾ പ്രത്യേകിച്ച് ഇതുപോലെ മത്തി മുളയിറ്റിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് തേങ്ങയൊക്കെ ചേർത്തിട്ടുള്ള തേങ്ങാപ്പത്തിരിയുടെ കൂടെ സൂപ്പർ കോമ്പിനേഷനാണ്. ഈ തേങ്ങാപ്പത്തിരിയുടെ റെസിപ്പി ഞാൻ 2 ദിവസം മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുതന്നെയാണ് സംഭവം, കുറച്ച് വലുതാക്കിയിട്ട് ഉണ്ടാക്കിയെന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കിഡിലൻ കറിയാണിത്. ഞങ്ങളുടെ തിരൂർ സ്പെഷ്യൽ മത്തി മുളയിറ്റിയാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്ന റെസിപ്പി. പിന്നെ ഞാനിത് തലേ ദിവസം ഉണ്ടാക്കി വെച്ചൊന്നല്ല, ഇത് ഡിന്നറിനായിട്ട് ഉണ്ടാക്കിയതാണ്. തേങ്ങാപ്പത്തിരിയും മത്തി മുളീറ്റിയും. പിന്നെ ഇതുപോലെ ചെറിയ മത്തി കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ നമ്മുടെ ഐഷാസ് കിച്ചൺ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കാണാം. ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ, എന്നാലേ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് തിരൂർ സ്പെഷ്യൽ മത്തി മുളയിറ്റി എങ്ങനെ റെഡിയാക്കി എടുക്കാൻ നോക്കാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു വലിയ തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കിയത് വേണം. പിന്നെ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. സവോളയുടെ ഒരു ചെറിയൊരു കഷ്ണം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി ചതച്ചതും പിന്നെ വെളുത്തുള്ളി ചതച്ചതും എല്ലാം കുറേശ്ശെ എടുക്കാം കേട്ടോ. ഇനി ഇതെല്ലാം കൂടി ഇതുപോലെ വലിയൊരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇത് നമ്മൾ വഴറ്റിയെടുക്കൊന്നുമില്ല, നേരിട്ട് നമ്മളിതുപോലെ എല്ലാം കൂടി കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർക്കാം. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 2 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ. അപ്പോൾ കാശ്മീരി മുളകാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്, അധികം എരിവ് വേണ്ടാന്ന് വിചാരിച്ചിട്ട്. പിന്നെ നല്ല കളറും ഉണ്ടാവും. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നമുക്കിത് കുഴച്ചെടുക്കണം. അപ്പോൾ കുഴച്ചെടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ പുളിവെള്ളമാണ് എടുക്കുന്നത്. പുളി ഒരു ചെറിയൊരു നാരങ്ങ വലുപ്പത്തിൽ പുളി ഞാൻ കുറച്ച് വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ടില്ല, കുറച്ച് വെള്ളത്തിൽ മാത്രമേ സോക്ക് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ബാക്കി വരുന്നത് നമുക്ക് കുറച്ചുകൂടെ വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഈ ഉള്ള പുളിയുടെ വെള്ളം കൊണ്ട് നമുക്ക് ഇത് കുഴച്ചെടുക്കാം. പിന്നെ ഈ ഒരു കറി ഉണ്ടാക്കുമ്പോൾ നമ്മൾ മാക്സിമം കൈകൊണ്ട് തന്നെ ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കാൻ ശ്രദ്ധിക്കുക, എന്നാലേ ആ ഒരു ഇത് നന്നായിട്ട് കിട്ടുള്ളൂ. തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് വരണം. അപ്പോൾ അതിൻ്റെ കളർ കണ്ടോ, നല്ലൊരു റെഡ് കളറിലാണ് വന്നിട്ടുള്ളത്. അത് കാശ്മീരി ചില്ലി പൗഡറിൻ്റെ കളറാണ്. ഇനി നമുക്ക് ബാക്കിയുള്ള പുളിവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. നമ്മൾ നേരത്തെ പുളിവെള്ളം എടുത്തിട്ട് ബാക്കി ഉള്ള പുളിയിൽ നമ്മൾ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരു 2 കപ്പും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാവും. ഒരുപാട് വെള്ളം ഒഴിക്കരുത് കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മൾ ആദ്യം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതിപ്പോൾ അധികം വെള്ളമൊന്നും ഇല്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്, പക്ഷേ നമ്മൾ മീൻ ഇട്ട് കൊടുക്കാനുള്ള സമയം ആയിട്ടില്ല. കാരണം അതിൻ്റെ ആ ഒരു ഇത് ടേസ്റ്റ് നോക്കിയാൽ നമുക്ക് ആ ഒരു മസാലയുടെ ആ ഒരു കുത്തൽ വരും. അത് മാറിയിട്ട് മാത്രമേ നമ്മളിതിലേക്ക് മീൻ ഇട്ട് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ വീണ്ടും ഇതുപോലെ അടച്ച് വെച്ചിട്ട് നന്നായിട്ട് കുക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ചെറിയ മത്തി കൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു കറി റെഡിയാക്കി എടുക്കുന്നത്. ഇതുകൊണ്ടുള്ള ടേസ്റ്റ് നമ്മൾ വലിയ മത്തി കൊണ്ട് ഉണ്ടാക്കിയാൽ കിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ കറിയിൽ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ട് ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ടുള്ള മത്തി ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. പിന്നെ നമ്മൾ മീൻ ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് ഈ കറി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഉപ്പ് പുളി ഇതൊക്കെ പാകമുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം മീൻ ഇട്ട് കൊടുക്കാൻ കേട്ടോ. അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഞാൻ ടേസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു, കറക്റ്റായിരുന്നു. പിന്നെ മീനിട്ട് കൊടുത്ത ശേഷം നമ്മൾ സ്പാറ്റിൽ കൊണ്ടൊന്നും ഇളക്കി കൊടുക്കരുത്. ഇതുപോലെ ചട്ടി ഒന്ന് ചുറ്റിച്ചെടുക്കുക. നമ്മൾ സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മീൻ ഉടഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇതുപോലെ ചുറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മത്തി ഒരു 5 മിനിറ്റ് വേണ്ട, ശരിക്കും പറയുകയാണെങ്കിൽ മീനൊക്കെ പെട്ടെന്ന് റെഡിയാക്കി കിട്ടും. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. ഒരുപാട് നേരം നമ്മൾ മത്തിയൊക്കെ നമ്മൾ തിളപ്പിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഉടഞ്ഞു പോവും. അപ്പോൾ അതുകൊണ്ട് ഒരു 3-4 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ ഞാനിപ്പോൾ മീൻ കറി ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇലയപ്പരത്തിൻ്റെ കൂടെയാണ് ഈ ഒരു മീൻ കറി ഭയങ്കരമായിട്ട് കോമ്പിനേഷൻ വരുന്നത്. അപ്പോൾ ഞാൻ ഇലയപ്പരത്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഈ മീൻ കറി ഒന്ന് വറവിട്ട് കൊടുക്കണം. അതിനായിട്ട് ഞാനൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുക.
ഒരു അര ടീസ്പൂൺ ഉലുവ മതി. പിന്നെ ചെറിയ ഉള്ളി അല്ലെങ്കിൽ വലിയുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ കൂടെ കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് വറുത്തെടുക്കുക. നല്ലൊരു ബ്രൗൺ കളർ ആവണം. ചെറിയുള്ളി ആണെങ്കിൽ ചെറിയുള്ളി, അല്ലെങ്കിൽ വലിയുള്ളി ആണെങ്കിൽ വലിയുള്ളി. ചെറിയുള്ളി ഇല്ലായിരുന്നു കേട്ടോ, അപ്പോൾ അതുകൊണ്ട് ഞാൻ വലിയുള്ളി കൊണ്ടാണ് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് ഈ മീൻ കറിയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇപ്പോഴാണ് ഇതിലേക്ക് എണ്ണ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനി അപ്പം തന്നെ നമ്മളിത് അടച്ച് വയ്ക്കുക. അപ്പം തന്നെ സെർവ് ചെയ്യരുത്, ഒരു 10 മിനിറ്റിന് ശേഷം സെർവ് ചെയ്യുക. അപ്പോഴേ നന്നായിട്ട് മീൻ കറിയിൽ മീനും ഇതൊക്കെ നല്ലൊരു ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ 10 മിനിറ്റിന് ശേഷം നമ്മുടെ മീൻ കറി ഇതുപോലെ ഇരിക്കും. നല്ലൊരു കളറാണ് ഈ ഒരു മീൻ കറിക്ക്. അതുപോലെ തന്നെ ടേസ്റ്റ് ആണെങ്കിൽ ഞാൻ പറഞ്ഞറിയിക്കേണ്ട, നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് മനസ്സിലാവുള്ളൂ. അപ്പോൾ അതേ മീൻ കറിയും മത്തി മൊളീറ്റിയും നമ്മുടെ സ്വന്തം തേങ്ങാപ്പത്തിരിയും. പിന്നെ ഈ ഒരു കറിയും ഈ ഒരു തേങ്ങാപ്പത്തിരിയും അതും കൂടിയുള്ള ഒരു കോമ്പിനേഷനുള്ള ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അത് ഞാൻ പറഞ്ഞറിയിക്കുന്നതിലും നല്ലത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ ചെറിയ മത്തിയൊക്കെ കിട്ടുകയാണെങ്കിൽ നമ്മുടെ മത്തി മൊളീറ്റി തയ്യാറാക്കി നോക്കുക. നല്ല സിമ്പിളായിട്ടുള്ളൊരു കറിയാണ്, പക്ഷേ ഭയങ്കര ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഇന്നലെ ഒരു ബർത്ത്ഡേ വിഷ് പറയാൻ വിട്ടുപോയി. ഷബ്നത്തിൻ്റെ ഹസ്ബൻഡായിട്ടുള്ള നൗഷാദക്കയുടെ ബർത്ത്ഡേ ആയിരുന്നു. ഹാപ്പി ബർത്ത്ഡേ നൗഷാദക്ക. അതുപോലെ തന്നെ ഇന്നൊരു ബർത്ത്ഡേ കൂടിയുണ്ട്. നമ്മുടെ ഒരു വ്യൂവറുടെ മോളായിട്ടുള്ള ആമിന അൻഹയുടെ ബർത്ത്ഡേ ആണ്. ഹാപ്പി ബർത്ത്ഡേ മോളു. പിന്നെ നമ്മുടെ ഐഷാസ് കിച്ചൻ വ്യൂവേഴ്സിൽ ആരെങ്കിലും ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഹാപ്പി ബർത്ത്ഡേ കേട്ടോ. അപ്പോൾ വേറെ നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നവരേക്കും ബൈ. താങ്ക് യു.